യാദൃശികമായി ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയപ്പോഴാണ് ഈ കമന്റ് ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാലൊന്ന് പരീക്ഷ കളയാമെന്ന് വെച്ച് രാത്രിയിൽ ഒറ്റയ്ക്ക് പടം കാണാമെന്ന് ഉറപ്പിച്ചു. അതും രാത്രിയിൽ 11:50. പടം കണ്ടു കഴിഞ്ഞ് ഉറക്കക്ഷീണമുള്ളതിനാൽ ചായയും സ്നാക്സും കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഭൂതകാലം സിനിമ രചനയും സംവിധാനവും ചെയ്ത രാഹുൽ സദാശിവൻ തന്നെ എഴുതി സംവിധാനം ചെയ്ത പടമാണ് DS ഇറ. ഒരു ന്യൂ ജെൻ ഹൊറർ ഫീൽ തരുന്ന പടം. അല്ലേലും സാരിയും ചുറ്റി നിഴലായി ഒഴുകി വരുമെന്ന് പാടി നടന്ന പ്രേതങ്ങൾ അന്യം നിന്ന് പോയല്ലോ. സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ പ്രേതങ്ങളൊന്നുമില്ല, ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് മുന്നോട്ട് പോയി. പോകും തോറും വഴിയിൽ വണ്ടികളുടെ എണ്ണം കുറയുകയും വിജനതയുടെ നിശബ്ദത കൂടി വരികയും ചെയ്തു. കുറച്ചധികം പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് അലർട്ടായി. അത് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെ മറികടന്ന് അതിൻ്റെ ചിന്തകൾക്ക് എന്നെ അടിമപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആവശ്യമില്ലാത്ത ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. പക്ഷേ ഒന്നിനും ഞാനങ്ങ് പിടികൊടുക്കുന്നില്ല. എന്തോ ഞാൻ ഇനി വല്ലോ സിഗ്മ മീലോ ആൽഫ മീലോ വല്ലോ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. വീടിനോട് അടുക്കും തോറും ഒരു വല്ലാത്ത ഹൊറർ ആംബിയൻസ്. ഇതും കൂടി കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. ഒരൊറ്റ കുതിപ്പായിരുന്നു. F1 റേസറെ പോലും മറികടക്കുന്ന വേഗതയാണല്ലോ എന്നോർത്ത് എൻ്റെ മനസ്സിൽ അഭിമാനം തോന്നി. വീടിനോട് അടുത്തപ്പോഴാണ് ആശ്വാസമായത്. വീടിന് മുന്നിലെത്തിയപ്പോൾ ഇതെൻ്റെ ഏരിയ ആണല്ലോ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. ഇവിടെ പ്രേതമല്ല, ഞാനാണ് ഗെയിം ചേഞ്ചർ എന്ന് അഹങ്കരിച്ച് കുറച്ചു നേരം നിശബ്ദത ആസ്വദിച്ചിരുന്നു. കുറച്ചു നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് കയറിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രേതമൊന്നും ഇല്ലെന്ന്, ഇതൊക്കെ വെറും പറ്റിപ്പീര. ഇത് പറഞ്ഞു കഴിഞ്ഞതും ഒരു മുരളുന്ന ശബ്ദം കേട്ടാണ് ഞാൻ മുന്നിലേക്ക് നോക്കിയത്. ആദ്യം കണ്ടപ്പോൾ തോന്നി അടുത്ത വീട്ടിലെ സർലയുടെ മോള് രാത്രി ഫാൻസി ഡ്രസ് നടത്തുന്ന എന്നാണ്. പക്ഷെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ മുഖം കണ്ടത്. എന്നെ നോക്കി പല്ലുറുമി ആ രൂപം പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഒട്ടും താമസിയാതെ വീട്ടിലേക്ക് ഓടിക്കേറിയ ഞാൻ ആകെ സ്റ്റക്കായി പോയി. കുറച്ചു നേരത്തേക്ക് ആ മെന്റൽ ട്രോമയിൽ നിന്ന് പുറത്തു കിടക്കാനായത് അല്ലു അണ്ണന്റെ കിസിക് എന്ന് പറഞ്ഞ സോങ് ഫോണിൽ കേട്ടതിന് ശേഷം. राजा दब्बल पड़ते रो दब दब दब्बल पड़ते रो